അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നത് വേറെ ഒന്നും ഉണ്ടാക്കാനായിരുന്നില്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിരുന്നു. ഇതിൻ്റെ റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ ഞങ്ങളുടെ അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് റെസിപ്പി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ തേങ്ങ പൊട്ടിക്കാറ്? ഞങ്ങൾ ചില സാഹചര്യങ്ങൾ ഇങ്ങനെയും തേങ്ങ പൊട്ടിക്കാറുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് അതങ്ങനെ എവിടേക്കൊക്കെ പോയ തേങ്ങയില്ല ഞങ്ങൾ പെറുക്കി പെറുക്കി വെച്ച് അവസാനം ഞങ്ങൾ അതെടുത്ത് കുനുകുനാന്നറിഞ്ഞ വീഡിയോ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. വീഡിയോ എനിക്കകത്ത് കണ്ടപ്പോഴാണ് കുനുകുനാറിഞ്ഞ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ ഗാലറി മൊത്തം അരിച്ച് തപ്പി, പക്ഷേ അതിനകത്ത് നിന്ന് കുനുകുന വീഡിയോ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ അരച്ചെടുത്ത് അതിനകത്ത് കണ്ട സാധനം പപ്പടമാണ്. നിങ്ങളവിടെ ചേർക്കോ പപ്പടം? നമ്മുടെ അവിടെ ഈ പപ്പടമൊക്കെ ചേർക്കുന്നൊക്കെ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്കറിയത്തില്ല. ഇങ്ങനെ മാവ് ലൂസാവുന്ന സാഹചര്യം നമുക്ക് റവ ചേർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കുനുകുന അരിഞ്ഞ ഉണ്ണിയപ്പത്തിൻ്റെ തേങ്ങ എടുത്ത് വറുത്തെടുക്കാം. പിന്നെ അതിനകത്തോട്ട് ശർക്കര ഒഴിച്ച് വറുത്ത തേങ്ങയും വറുക്കാത്ത തേങ്ങയും എടുക്കാം. പിന്നെ ഈ കിടക്കുന്നത് എന്താണെന്നറിയോ? മുട്ട. അതിൻ്റെ പിന്നിൽ വേറെ കഥയുണ്ട്, അത് അടുത്തേക്ക് ഞാൻ പറയാം. പിന്നെ ഞങ്ങളുടെ അടുത്ത അതിസാഹസികമായിരുന്നു ഇതെടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ചില സാഹചര്യങ്ങളിൽ പപ്പടക്കോലും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എടുത്ത് അത് ഞാൻ ടേസ്റ്റ് നോക്കി, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ കൈ അവിടെ ഒന്നും എത്താത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സംഭവം കൊള്ളായിരുന്നു. അതിന് നമുക്ക് റേറ്റ് കൊടുക്കാം, 515 കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊള്ളുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പൊള്ളൽ കൊണ്ടൊന്നും ഞാൻ തോക്കാൻ തയ്യാറില്ല, വേറെ ഒന്നുമല്ല. ഇതുപോലെ ഞാൻ ഒരുപാട് പൊള്ളലേറ്റ് വാങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ആർത്തുമുത്തി എപ്പോൾ പോയി എടുത്താലും എൻ്റെ കൈ പൊള്ളാറുണ്ട്, വായും പൊള്ളാറുണ്ട്. അപ്പം ശരി, ഉണ്ണിയപ്പം കഴിച്ച സന്തോഷത്തെ ഞാൻ പോയി കിടന്നിറങ്ങട്ടെ.